അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ കറി തയ്യാറാക്കാം. മസാലപ്പൊടികളൊന്നും നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നില്ല. നല്ല പച്ചമുളകിൻ്റെ എരിവും പിന്നെ കറിവേപ്പിലയുടെ ടേസ്റ്റും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു നാടൻ ടേസ്റ്റിലുള്ളൊരു ചെമ്മീൻ കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീനാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് പച്ചമാങ്ങ വേണം. ഒരു മീഡിയം സൈസുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊലിക്ക് ചെറുതായിട്ട് കയ്പുള്ളതുകൊണ്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 4-5 ചെറിയുള്ളി വേണം. അപ്പോൾ ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ട എരിവിനനുസരിച്ച് എടുക്കാം. നമ്മൾ ഇതിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ നമുക്ക് തേങ്ങയുടെ 1-ാം പാലും വേണം, 2-ാം പാലും വേണം. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. നല്ലൊരു നാടൻ ചെമ്മീൻ കറി ആയതുകൊണ്ട് ഞാൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി ഉലുവ നന്നായിട്ട് മൂത്തൊന്ന് ചുമന്ന് വന്നു തുടങ്ങി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ഇഞ്ചി നമ്മൾ ഏകദേശം വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുള്ള ആ ഒരളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില. കറിവേപ്പില ഞാനിപ്പോൾ ഇതിലേക്ക് 2 തണ്ടാണ് ചേർത്തിട്ടുള്ളത്. ഒരു തണ്ടും കൂടെ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2-ാം പാല്. ഇതധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങയിൽ കുറച്ച് മാത്രം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഞാൻ ഒരു 1/4 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ തേങ്ങയിലേക്ക് 1 കപ്പോളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള 2-ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്മീനിലേക്കും മാങ്ങയിലേക്കും ഒക്കെ പിടിക്കാൻ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ചെമ്മീനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി തുടങ്ങും. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. മാങ്ങ ഒന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1-ാം പാൽ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് എരിവുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ള പച്ചമുളക് കട്ട് ചെയ്യാതെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ പുളി ഇപ്പോൾ കുറവാണെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ മാങ്ങയിൽ നിന്നൊക്കെ പുളി ഇറങ്ങി വന്നിട്ട് ആവശ്യത്തിന് പുളിയായി കിട്ടും. ഇനി ഇത് തിളക്കുന്നതിന് മുന്നായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കറി ഒന്നും കൂടെ ഒന്ന് കുറുകി നല്ല പാകമായി വരും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.